സുമംഗലാകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, അടിപ്രദക്ഷിണം വെക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമെന്ന്. എന്താ ഇപ്പൊ ഞാൻ പറയാ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണം എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണോ അത്രയും പ്രാധാന്യം ഉള്ളതാണ് സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അടിപ്രദക്ഷിണം മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, ശയനപ്രദക്ഷിണത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അടിപ്രദക്ഷിണം വെക്കുന്നത്. അതിനെ വളരെ നിസ്സാരമായിട്ട് പലരും കണക്കാക്കാറുണ്ട്. പലരും എന്ന് പറഞ്ഞാൽ ഈ അടിപ്രദക്ഷിണം വെക്കാത്തവർ കണക്കാക്കാറുണ്ട്. അതെന്താന്ന് അങ്ങനെ പറയാൻ കാരണമെങ്കിൽ, പലപ്പോഴും ഈ അടിപ്രദക്ഷിണം വരുമ്പോൾ തീരെ അശ്രദ്ധമായിട്ട് അവരെ തട്ടി അങ്ങനെ പോവാറുണ്ട്. തട്ടുന്നത് ചിലപ്പോൾ കാണാത്തത് കൊണ്ടാവും കേട്ടോ. ഞാനും പലപ്പോഴും തട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ തട്ടിപ്പോകുമ്പോൾ ആരെയാണോ നമ്മൾ തട്ടിയത് അവരോടൊരു സോറി പറയണം എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ തന്നെയാണ്. ഒപ്പം തന്നെ ഗുരുവായൂരപ്പനോടും നമ്മൾ സോറി പറയണം. കാരണം അവരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ്. അതിന്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തിനും നമുക്ക് അടിപ്രദക്ഷിണം വെക്കാം, ഏത് കാര്യത്തിനും നമുക്ക് അടിപ്രദക്ഷിണം വെക്കാം. അടിപ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ ഓരോ അടിയിലും ഗുരുവായൂരപ്പനെ അനുസ്മരിച്ചുകൊണ്ടാണ് നടക്കുന്നത്, അല്ലെ? അങ്ങനെ നടക്കുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ കൈ പിടിച്ച് നടക്കും എന്നാ പറയാ. അതുകൊണ്ട് തന്നെ അടിപ്രദക്ഷിണം വെക്കുന്നവരെ കണ്ടാൽ നമ്മൾ എന്തായാലും ബഹുമാനിക്കേണ്ടതാണ്. അത് മാത്രല്ല, നിങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് അതിതീവ്രമായിട്ട് ഗുരുവായൂരപ്പനോട് പറയാനുള്ള ഒരു മാർഗവും കൂടിയാണ് ഈ അടിപ്രദക്ഷിണം എന്ന് പറയുന്നത്. ഈ അടിപ്രദക്ഷിണത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയണ്ട, മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടായാൽ മതി. എത്രത്തോളം നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുമോ അത്രയും നാമം ജപിച്ചുകൊണ്ട്, ഇഷ്ടമുള്ള നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് അടിപ്രദക്ഷിണം വെച്ച് പൂർത്തിയാക്കാവുന്നതാണ്. എത്ര എണ്ണം വെക്കണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ. ഏത് സമയത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ, നിവേദ്യങ്ങളായിരിക്കുന്ന സമയമല്ലാത്ത ഏത് സമയത്തും, നടയടച്ചിരിക്കുന്ന സമയത്തൊക്കെ വെക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിവേദ്യ സമയം ഒഴിവാക്കിയാൽ നല്ലത്, അത്രേ പറയാനുള്ളൂ. ഉച്ചപൂജയുടെ നിവേദ്യം, പന്തിരടിയുടെ നിവേദ്യം, അതുപോലെ തന്നെ അത്താഴപൂജയുടെ നിവേദ്യം, ഉഷപൂജ നിവേദ്യം, ഇതൊക്കെ 20 മിനിറ്റോളം സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വെക്കുന്നതാണ് ഉത്തമം എന്നാട്ടോ പറയാറുള്ളത്. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, ഉദയാസ്തമന പൂജയുടെ സമയത്ത് വെക്കാൻ എങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് അടക്കില്ലേന്ന്. അതൊന്നും കണക്കാക്കാനില്ല. നിവേദ്യ സമയത്ത് മാത്രം നിങ്ങളൊന്ന് ഒഴിവാക്കിക്കോളൂ, ബാക്കിയുള്ള സമയത്തൊക്കെ അടിപ്രദക്ഷിണം വെക്കാം കേട്ടോ.